കേറ്റ്ലിൻ്റെ ഫസ്റ്റ് ഡേ ഔട്ടിൻ്റെ വീഡിയോ ആണ് കാണുന്നത്. നമ്മൾ ആദ്യമേ പോകുന്നത് ഗുരുവായൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പം കാറിൽ കേറ്റ്ലിനെ ഇങ്ങനെ സെറ്റാക്കി ബെഡൊക്കെ ഇട്ട് കിടത്തിയാണ് കൊണ്ടുപോയത്. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന കേറ്റ്ലിൻ്റെ കരച്ചിലാട്ടോ. അപ്പം സിൻഡ്രല്ല എന്ന് പറയുന്ന ഒരു പാവേനയും കൂടെ എടുത്തത് കൊണ്ട് കേറ്റ്ലിന് അതിനായിട്ട് കളിച്ച് കുറേ നേരം കിടന്നു. അതിന് ഭയങ്കര ഇഷ്ടമാണ് കേറ്റ്ലിന്. അപ്പോൾ അതിൻ്റെ കൂടെ കളിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങിയത് ഒരു ആര്യാസിലാണ്. അപ്പോൾ ആര്യാസിൻ്റെ സൈഡിൽ ഇങ്ങനെ കുട്ടികൾ കളിക്കുന്ന ഒരു പാർക്ക് പോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസ് എടുത്തതാണ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നി അതിലൊക്കെ കയറി കളിക്കാനായിട്ട്. നമുക്ക് കയറാൻ പറ്റുന്നതുമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അതിലൊക്കെ അങ്ങനെ കയറി കളിക്കുമായിരുന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ പോയത് ഗുരുവായൂരോട്ടാണ്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് ഒരു റിസോർട്ടിലായിരുന്നു ഫംഗ്ഷൻ നടന്നിരുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ആദ്യമായിട്ട് കേരളത്തിൽ നമ്മൾ രണ്ടുപേരും കൂടെ ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നത് എൻ്റെ ഫ്രണ്ട് ഹീരയുടെ കല്യാണത്തിനാട്ടോ. കല്യാണത്തിൻ്റെ ബിറ്റ്സൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇത് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്നപ്പോഴേക്കും അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് എടുത്തതാണ്. അതിനുശേഷം ഞങ്ങൾ പോയത് ആനത്തൊട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. ആനത്തൊട്ടിൽ കുറേ ആനകളുള്ള സ്ഥലമാണ്. പ്രായമായ ആനകൾ, എഴുന്നള്ളിപ്പിന് കൊണ്ടുപോകുന്ന ആനകൾ, അങ്ങനെ പല ആനകളുള്ള സ്ഥലമാണ്. അപ്പോൾ കേരളിന് ആനേനെ കണ്ടിട്ട് ഉള്ള എക്സൈറ്റ്മെൻ്റ് ആണ് ഈ കാണുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ കേരളിൻ്റെ കരച്ചിലാണ് ഈ വോയിസ് ഓവറിൻ്റെ അടുത്ത് കേൾക്കുന്നത്. അതും ഒരു ഓർമ്മിച്ചിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചപ്പോൾ തന്നെ ഇങ്ങോട്ട് എടുക്കാറ്. ആനയും കേരളിനും നല്ല കോമ്പിനേഷൻ അല്ലേ, നല്ല രസമുണ്ടായിരുന്നു. അവിടെ അടിപൊളിയായിട്ട് കേരളിന് എൻജോയ് ചെയ്യുമായിരുന്നു. പല പല ആനകളുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മൾ കുഞ്ഞിനെ ആനേനെ കാണിക്കാമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ നടക്കുമായിരുന്നു. ആൾ നല്ല ഉറക്കം മൂടായിരുന്നു. എന്നാലും ആനേനെ കാണിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ആനയുടെ അടുത്തോട്ടൊക്കെ കൊണ്ടുപോകുമായിരുന്നു. ആനേനെ നോക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. ബിക്കോസ് ആദ്യമായിട്ടാണല്ലോ ആനയെ കാണുന്നത്. പിന്നെ ഉറക്കവും വരുന്നുണ്ട്. അപ്പോൾ ആൾ കൈ ചപ്പി പതിയെ എൻ്റെ മേത്ത് കിടന്ന് അങ്ങ് ഉറങ്ങി തുടങ്ങി. ആനേനെ ഇങ്ങനെ നോക്കും, എന്നിട്ട് എൻ്റെ മേത്ത് കിടന്ന് അങ്ങ് ഉറങ്ങുമായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് തന്നാൽ പിന്നെ ഉറക്കിയേക്കാം, ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അലമ്പായിരിക്കും. അതുകൊണ്ട് അങ്ങനെ പതിയെ ആൾ ഉറക്കുമായിരുന്നു. ആൾ കൈ ചപ്പി ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കയറിനെ ആനയെ കാണിക്കണ്ടേ നമുക്കെന്ന് പറഞ്ഞാൽ നല്ല കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് Honestly? Yes. Secretly, but honestly. No more secrets.